നമസ്കാരം. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൻ്റെ 8ാമത്തെ ക്ലാസ്സാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിന്ധു നദിയെയും അതിൻ്റെ പോഷക നദികളെയും പറ്റി വളരെ വിശദമായി പഠിച്ചതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗയെയും അതിൻ്റെ പോഷക നദികളെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ PSC വിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗംഗാനദി നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാനദി. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാനദി. ഈ ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ 4 അപ്പോൾ ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ 4 ഈ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്. അപ്പം ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം ഹിമാലയൻ നദികൾ 3 സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതിൽ സിന്ധു നദിയെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ ക്ലാസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക. അപ്പം ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്. ഗംഗയുടെ ഏകദേശ നീളം 2525 കിലോമീറ്റർ ആണ്. എത്രയാണ്? 2525 കിലോമീറ്റർ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ പുണ്യ നദി എന്ന് ഗംഗ അറിയപ്പെടുന്നു. എന്താണ് ഇന്ത്യയിലെ പുണ്യനദി? ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഗംഗയാണ്. ഏറ്റവും മലിനീകരിക്കപ്പെട്ട ഹിമാലയൻ നദി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട ഹിമാലയൻ നദി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിയാണ്. ഈ ഗംഗയെ മാലിന്യ വിമുക്തമാക്കുവാൻ വേണ്ടി ഗംഗ ആക്ഷൻ പ്ലാൻ എന്താണ് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. 1986 രാജീവ് ഗാന്ധി ഇത് നടപ്പിലാക്കിയത്. ഗംഗയെ മാലിന്യമുക്തമാക്കുവാൻ വേണ്ടി നമാമി ഗംഗെ എന്ന പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? എന്താണ് നമാമി ഗംഗെ? നരേന്ദ്രമോദിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. 2014 നമാമി ഗംഗെ പദ്ധതി നരേന്ദ്രമോദി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഗംഗാനദി ഉദ്ഭവിക്കുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് എന്ന് നമ്മൾ പഠിച്ചു. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന 5 നദികൾ ഏതെല്ലാമാണ്? ശ്രദ്ധിക്കുക, ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന 5 നദികൾ ഏതെല്ലാമാണ്? 5 നദികൾ: 1 ഭഗീരഥി, 2 അളകനന്ദ, 3 മന്ദാകിനി, 4 ധൗളിഗംഗ, 5 പിണ്ടാർ. അപ്പോൾ ഏതൊക്കെയാണ്? ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ. ഗംഗയുടെ ഉത്ഭവസ്ഥാനത്ത് ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗംഗ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഉത്ഭവസ്ഥാനത്ത് ഭഗീരഥി എന്നാണ് ഗംഗയുടെ പേര്. ഈ ഭാഗീരഥി നദി അളകാപുരിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന അളകനന്ദയുമായി കൂടിച്ചേർന്ന് ഗംഗാ നദിയുമായി മാറുന്നു. അപ്പം ഭഗീരഥി നദി അളകാപുരിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന അളകനന്ദയുമായി കൂടിച്ചേർന്ന് ഗംഗാ നദിയായി മാറുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ പഠിച്ചതെന്താണ്? ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്? 5 ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാർ. പ്രയാഗ് എന്നാൽ എന്താണ് അർത്ഥം? പ്രയാഗ് എന്ന് പറഞ്ഞാൽ സംഗമസ്ഥാനം എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. സംസ്കൃതത്തിൽ സംഗമസ്ഥാനം എന്നാണ് പ്രയാഗിൻ്റെ അർത്ഥം. ഗംഗാനദിയുടെ രൂപീകരണത്തിന് കാരണമായ 5 സംഗമസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ ഗംഗാനദിയുടെ രൂപീകരണത്തിന് കാരണമായ 5 സംഗമസ്ഥാനങ്ങളുണ്ട്? ഇവ ഒരുമിച്ച് പഞ്ചപ്രയാഗ് എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് പഞ്ചപ്രയാഗ്? ഗംഗാനദിയുടെ രൂപീകരണത്തിന് കാരണമായ 5 സംഗമസ്ഥാനങ്ങൾ പഞ്ചപ്രയാഗ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഈ പഞ്ചപ്രയാഗ്? 1ാമത്തെ പ്രയാഗ് വിഷ്ണു പ്രയാഗ്, 2 നന്ദപ്രയാഗ്, 3 കർണപ്രയാഗ്, 4 രുദ്രപ്രയാഗ്, 5 ദേവപ്രയാഗ്. അങ്ങനെ 5 പ്രയാഗ് പഞ്ചപ്രയാഗ് എന്ന് അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഉൽപ്പത്തി പ്രവാഹങ്ങളായ 5 നദികളെ നോക്കാം. അളകനന്ദ നദി ഉദ്ഭവിക്കുന്നത് ബദ്രിനാഥിനടുത്തുള്ള സതോപാത്ത് ഹിമാനിയിൽ നിന്നാണ്. എന്താണ്?
അളകനന്ദ നദി ഉദ്ഭവിക്കുന്നത് ബദ്രിനാഥിനടുത്തുള്ള സതോപാത്ത് ഹിമാനിയിൽ നിന്നാണ്. ധൗളിഗംഗ. ധൗളിഗംഗയുടെ ഉദ്ഭവസ്ഥാനം നിധി ചുരത്തിൽ നിന്നാണ്. എവിടെയാണ്? നിധി ചുരത്തിൽ. നിധി ചുരം നമ്മൾ പഠിച്ചതാണ്. ചുരങ്ങളെ പറ്റിയുള്ള ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അത് മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അത് കണ്ടിട്ട് മാത്രം ഇത് കാണുക. നിധി ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് നിധി ചുരം. ഈ നിധി ചുരത്തിൽ നിന്നാണ് ധൗളിഗംഗ ഉദ്ഭവിക്കുന്നത്. അപ്പം സതോപാത്ത് ഹിമാനിയിൽ നിന്ന് അളകനന്ദ ഉദ്ഭവിക്കുന്നു, നിധി ചുരത്തിൽ നിന്ന് ധൗളിഗംഗയും ഉദ്ഭവിക്കുന്നു. ഈ സതോപാത്ത് ഹിമാനിൽ നിന്ന് ഉദ്ഭവിക്കുന്ന അളകനന്ദയും നിധി ചുരത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ധൗളിഗംഗയും ചേർന്ന് സംഗമിക്കുന്ന സ്ഥലമാണ് വിഷ്ണുപ്രയാഗ്. എന്താണ്? വിഷ്ണുപ്രയാഗ്. അപ്പം അളകനന്ദയും ധൗളിഗംഗയും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലമാണ് വിഷ്ണുപ്രയാഗ്. അപ്പോൾ ഒന്നാമത്തെ പ്രയാഗായ വിഷ്ണുപ്രയാഗിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നന്ദാകിനി എന്ന നദി അളകനന്ദയുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് നന്ദപ്രയാഗ്. എന്താണ്? നന്ദപ്രയാഗ്. രണ്ടാമത്തെ പ്രയാഗാണ്. നന്ദാകിനി എന്ന നദി അളകനന്ദയുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് നന്ദപ്രയാഗ്. പിണ്ടാർ നദി. പിണ്ടാർ നദി അഥവാ അതിനെ പിണ്ടാർ ഗംഗ എന്നും അറിയപ്പെടുന്നു. ഈ പിണ്ടാർ നദി അളകനന്ദയുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് കർണപ്രയാഗ്. അപ്പോൾ നന്ദാകിനി എന്ന നദി അളകനന്ദയുമായി കൂടിച്ചേരുന്ന സ്ഥലം നന്ദപ്രയാഗും പിണ്ടാർ നദി അളകനന്ദയുമായി കൂടിച്ചേരുന്ന സ്ഥലം കർണപ്രയാഗുമാണ്. കേദാർനാഥിനടുത്തുള്ള ചോരാബാരി ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന മന്ദാകിനി നദി. ഏതാണ്? മന്ദാകിനി നദി അളകനന്ദയുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് രുദ്രപ്രയാഗ്. അപ്പം മന്ദാകിനി നദി ഉദ്ഭവിക്കുന്നത് കേദാർനാഥിനടുത്തുള്ള ചോരാബാരി ഹിമാനിയിൽ നിന്നാണ്. ഈ മന്ദാകിനി നദി അളകനന്ദയുമായി കൂടിച്ചേരുന്ന സ്ഥലം രുദ്രപ്രയാഗ് എന്ന് അറിയപ്പെടുന്നു. എന്താണ്? രുദ്രപ്രയാഗ്. ഇനി നമുക്ക് മുമ്പേ നമ്മൾ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചു പോകാം. നമ്മളെന്താണ് പറഞ്ഞത്? ഭാഗീരഥി നദി അളകാപുരിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന അളകനന്ദയുമായി കൂടിച്ചേർന്ന് ഗംഗാനദിയായി മാറുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിച്ചു വരുന്ന ഭാഗീരഥി നദിയും, ശ്രദ്ധിക്കുക, ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉദ്ഭവിച്ചു വരുന്ന ഭാഗീരഥി നദിയും അളകനന്ദ നദിയും സംഗമിക്കുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. അപ്പോൾ എന്താണ്? വിഷ്ണുപ്രയാഗ് കഴിഞ്ഞു, നന്ദപ്രയാഗ് കഴിഞ്ഞു, കർണപ്രയാഗ് കഴിഞ്ഞു, രുദ്രപ്രയാഗ് കഴിഞ്ഞിട്ട് ഈ അളകനന്ദ നദി ഇങ്ങോട്ട് ഒഴുകി വരുമ്പോൾ ഗംഗോത്രി ഹിമാനിൽ നിന്ന് ഉദ്ഭവിച്ചു വരുന്ന ഭാഗീരഥി നദി അളകനന്ദ നദിയുമായി സംഗമിക്കുന്നു. ആ സ്ഥലത്തിനെയാണ് ദേവപ്രയാഗ് എന്ന് അറിയപ്പെടുന്നത്. ദേവപ്രയാഗ് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഉത്തരാഖണ്ഡ്. അളകനന്ദ നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണമാണ് ബദ്രിനാഥ്. ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ബദ്രിനാഥ് അളകനന്ദയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അളകനന്ദയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡാമുകളാണ് തപോവൻ, വിഷ്ണുഘട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ഡാം തെഹരി ഡാമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ഡാം തെഹരി ഡാമാണ്. ഉത്തരാഖണ്ഡിലാണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ തെഹരി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ, തെഹരി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഭാഗീരഥി നദിയാണ്. എന്താണ്? ഭാഗീരഥി നദി. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ്? ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചാണ്. എവിടെയാണ്? ഹരിദ്വാർ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ വെച്ചാണ് ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഗംഗാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ 4 ഗംഗാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ 4 ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ. ഈ സംസ്ഥാനങ്ങളിൽ ഗംഗാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പോൾ ഉത്തർപ്രദേശിൽ കൂടിയാണ് ഗംഗാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്. 1450 കിലോമീറ്ററാണ് ഉത്തർപ്രദേശിൽ കൂടി ഗംഗാനദി ഒഴുകുന്നത്. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനമെന്ന് ഗംഗാനദിയെ വിശേഷിപ്പിക്കുന്നു. എന്താണ്? ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനമെന്ന് ഗംഗാനദിയെ വിശേഷിപ്പിക്കുന്നു. ഗംഗയുടെ തീരത്തുള്ള നഗരങ്ങൾ ഏതെല്ലാമാണ്? ഗംഗയുടെ തീരത്തുള്ള നഗരങ്ങൾ ഏതെല്ലാമാണ്? ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ വാരണാസി, അലഹബാദ്, കാൺപൂർ, കനൗജ്, ഫറൂഖാബാദ് എന്നീ നഗരങ്ങളും ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ ഹരിദ്വാർ, ഋഷികേശ് എന്ന 2 നഗരങ്ങളും ബീഹാർ സംസ്ഥാനത്തിൽ പാറ്റ്ന, ഹാജിപൂർ നഗരങ്ങളും ഗംഗയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? വാരണാസി, അലഹബാദ്, കാൺപൂർ, കനൗജ്, ഫറൂഖാബാദ്,
ഹരിദ്വാർ, ഋഷികേശ്, പാറ്റ്ന, ഹാജിപൂർ. അപ്പോൾ ഗംഗയുടെ തീരത്തുള്ള നഗരങ്ങളാണ് ഇവ. ഗംഗയുടെ തീരത്തുള്ള നഗരങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഗംഗയുടെ തീരത്തുള്ള നഗരങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം കാൺപൂർ ആണ്. ഉത്തർപ്രദേശിലെ കാൺപൂർ ആണ് ഏറ്റവും ജനസംഖ്യ കൂടിയ ഗംഗാതീരത്തുള്ള നഗരം. മഹാത്മാഗാന്ധി സേതു ഏത് നദിക്ക് കുറുകെയാണ്? മഹാത്മാഗാന്ധി സേതു എന്ന പാലം ഏത് നദിക്ക് കുറുകെയാണ്? ഗംഗാ നദിക്ക് കുറുകെയാണ്. പാറ്റ്നയിലാണ് ഈ മഹാത്മാഗാന്ധി സേതു സ്ഥിതി ചെയ്യുന്നത്. ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏതാണ്? ഫറാക്ക ബാരേജ്. എന്താണ് ഫറാക്ക ബാരേജ്? 1975 ഫറാക്ക ബാരേജ് നിർമ്മിക്കുന്നത്. ഗംഗാ നദിക്ക് കുറുകെയുള്ള 2 തൂക്കുപാലങ്ങളുണ്ട്. ഗംഗാ നദിക്ക് കുറുകെയുള്ള രാംദൂല, ലക്ഷ്മൺ ദൂല എന്നീ തൂക്കുപാലങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഗംഗാ നദിക്ക് കുറുകെയുള്ള രാംദൂല, ലക്ഷ്മൺ ദൂല എന്നീ തൂക്കുപാലങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഋഷികേശ്. എവിടെയാണ്? ഋഷികേശ്. ദേശീയ ജലപാതയായ നാഷണൽ വാട്ടർവേ നമ്പർ 1 NW1 സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ദേശീയ ജലപാതയായ നാഷണൽ വാട്ടർവേ നമ്പർ 1 സ്ഥിതി ചെയ്യുന്ന നദി ഗംഗാ നദിയാണ്. നാഷണൽ വാട്ടർവേ നമ്പർ 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? നാഷണൽ വാട്ടർവേ നമ്പർ 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അലഹബാദ്, ഹാൽദിയ. എവിടെയാണ്? അലഹബാദ്, ഹാൽദിയ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഏതാണ്? ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ. സുന്ദർബൻസ് ഡെൽറ്റ എന്നും ഇത് അറിയപ്പെടുന്നു. എന്താണ്? സുന്ദർബൻസ് ഡെൽറ്റ. ഗംഗാ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടിരിക്കുന്ന ഡെൽറ്റയാണ് ഈ സുന്ദർബൻസ്. അത് ഓർത്തിരിക്കുക. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് എന്നീ സ്ഥലങ്ങളിലായി ഈ ഡെൽറ്റ വ്യാപിച്ചു കിടക്കുന്നു. അത് ഓർത്തു വെക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടും സുന്ദർബൻസ് ആണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടും സുന്ദർബൻസ് ആണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. നമ്മൾ മുമ്പ് നമാമി ഗംഗയെ പറ്റി പറഞ്ഞു. നമാമി ഗംഗ ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചതാണ് നമാമി ഗംഗ. ഈ നമാമി ഗംഗ പദ്ധതി പ്രകാരം ഉത്തർപ്രദേശിലെ 5 ഗ്രാമങ്ങളെ ദത്തെടുത്ത ഇന്ത്യയിലെ IIT ഏതാണ്? അപ്പം ഉത്തർപ്രദേശിലെ 5 ഗ്രാമങ്ങളെ നമാമി ഗംഗ പദ്ധതി പ്രകാരം ദത്തെടുത്ത ഇന്ത്യയിലെ IIT ഏതാണ്? IIT കാൺപൂർ ആണ് 5 ഗ്രാമങ്ങളെ ദത്തെടുത്തത്. അപ്പം IIT കാൺപൂർ. ഗംഗാ നദി ഏതെല്ലാം രാജ്യങ്ങളിൽ കൂടിയാണ് ഒഴുകുന്നത്? ഗംഗാ നദി ഏതെല്ലാം രാജ്യങ്ങളിൽ കൂടിയാണ് ഒഴുകുന്നത്? ഇന്ത്യയും ബംഗ്ലാദേശും. അപ്പം ഇന്ത്യയും ബംഗ്ലാദേശിലും കൂടിയാണ് ഗംഗാ നദി ഒഴുകുന്നത്. ഈ ഗംഗാജല സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചാൽ, ഗംഗാജല സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, ബംഗ്ലാദേശ്. 1996 ഡിസംബർ 12 ഗംഗാജല സന്ധിയിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഒപ്പിടുന്നത്. ഇനി മറ്റൊരു സംഗമസ്ഥാനം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗമസ്ഥാനമാണ് ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം എന്നാണ്. എന്താണ്? ത്രിവേണി സംഗമം. ഈ ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് അലഹബാദിലാണ്. എവിടെയാണ്? അലഹബാദ്. ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത്. 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടത്തുന്ന സ്ഥലം ഏതാണ്? 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടത്തുന്ന സ്ഥലം ഏതാണ്? അത് ഈ അലഹബാദിലെ ത്രിവേണി സംഗമത്തിലാണ് കുംഭമേള നടക്കുന്നത്. അപ്പം 6 വർഷം കൂടുമ്പോൾ അവിടെ അർദ്ധ കുംഭമേളയും ആഘോഷിക്കാറുണ്ട്. അപ്പം 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള നടക്കുന്ന സ്ഥലം ത്രിവേണി സംഗമമാണ്. ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിലാണ്. വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലം ഏതാണ്? വരുണ, അസി എന്ന 2 പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരാണസി. എവിടെയാണ്? വാരാണസി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ പാലമാണ് മഹാത്മാഗാന്ധി സേതു. അപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ
രണ്ടാമത്തെ പാലമാണ് മഹാത്മാഗാന്ധി സേതു. ഇത് ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മഹാത്മാഗാന്ധി സേതു സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധി സേതു സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്. അപ്പം മഹാത്മാഗാന്ധി സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. അപ്പം ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ജമുന എന്നാണ്. യമുനയല്ല, ജമുന. അപ്പം ഗംഗാ നദി ബംഗ്ലാദേശിൽ പത്മ എന്നറിയപ്പെടുന്നു. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ ജമുന എന്ന് അറിയപ്പെടുന്നു. ബംഗ്ലാദേശിലെ ചാന്ദ്പൂർ ജില്ലയിൽ വെച്ച് ഈ പത്മയും ജമുനയും തമ്മിൽ കൂടിച്ചേരുന്നുണ്ട്. അപ്പം ബംഗ്ലാദേശിലെ ചാന്ദ്പൂർ ജില്ലയിൽ വെച്ച് പത്മയും ജമുനയും കൂടിച്ചേർന്നതിന് ശേഷം അറിയപ്പെടുന്ന പേര് എന്താണ്? പത്മയും ജമുനയും ബംഗ്ലാദേശിൽ വെച്ച് കൂടിച്ചേർന്നതിന് ശേഷം മേഘ്ന എന്ന് അറിയപ്പെടുന്നു. എന്താണ്? മേഘ്ന. കീർത്തിനാശിനി എന്നറിയപ്പെടുന്ന നദിയാണ് മേഘന. കീർത്തിനാശിനി എന്നറിയപ്പെടുന്ന നദിയാണ് മേഘന. ഈ മേഘന നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പം മേഘന നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഗംഗാ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഗംഗാ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. ഇനി നമുക്ക് ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളെക്കുറിച്ച് പഠിക്കാം. ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ, ട്രിബ്യൂട്ടറീസ്. ഒന്നാമത്തത് യമുനയാണ്. യമുന, കോസി, രാംഗംഗ, സോൺ, ഘാഗ്ര, ഗോമതി, ഗണ്ഡക്, മഹാനന്ദ, ദാമോദർ. ഇവയൊക്കെയാണ് ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അപ്പോൾ ഏതൊക്കെയാണ്? യമുന, കോസി, രാംഗംഗ, സോൺ, ഘാഗ്ര, ഗോമതി, ഗണ്ഡക്, മഹാനന്ദ, ദാമോദർ. അപ്പോൾ ഇവയ്ക്കാണ് ഗംഗയുടെ പ്രധാന പോഷക നദികൾ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഹിമാലയൻ നദിയാണ് ഗംഗ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഹിമാലയൻ നദിയാണ് ഗംഗ. ഇനി നമുക്ക് ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദികളൊന്നായ യമുനയെക്കുറിച്ച് പഠിക്കാം. യമുന. അപ്പോൾ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. നീളം 1375 കിലോമീറ്ററാണ് യമുനയുടെ നീളം. യമുനയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിലാണ്. അപ്പോൾ യമുനയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിലാണ്. വേദകാലത്ത് യമുന അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? വേദകാലത്ത് അഥവാ പുരാണങ്ങളിൽ യമുന അറിയപ്പെട്ടിരുന്ന പേര് കാളിന്തി എന്നായിരുന്നു. എന്താണ്? കാളിന്തി. കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദിയാണ് യമുന. അപ്പം കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ ഏറ്റവും വലിയ നദിയാണ് യമുന. ഈ യമുന നദിയുടെ പോഷക നദികളാണ് ചമ്പൽ, ബേത്വ, കെൻ, ഋഷിഗംഗ, സിന്ധ്, ടോൺസ്. അപ്പം യമുനയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ചമ്പൽ, ബേത്വ, കെൻ, ഋഷിഗംഗ, സിന്ധ്, ടോൺസ്. മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് യമുന നദീതീരമാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുനയാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരവും യമുനയാണ്. അപ്പം താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന നദീതീരമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സസ്പെൻഷൻ ബ്രിഡ്ജായ സിഗ്നേച്ചർ പാലം സ്ഥിതി ചെയ്യുന്നത് യമുന നദിക്ക് കുറുകെയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സസ്പെൻഷൻ ബ്രിഡ്ജായ സിഗ്നേച്ചർ പാലം സ്ഥിതി ചെയ്യുന്നത് യമുന നദിക്ക് കുറുകെയാണ്. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മാതൃകയിൽ ഡൽഹിയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സിഗ്നേച്ചർ പാലം സ്ഥിതി ചെയ്യുന്നത് യമുന നദിക്ക് കുറുകെയാണ്. ഉപദ്വീപിയൻ പീഠഭൂമിയിൽ ഉദ്ഭവിച്ച് യമുനയിൽ ചേരുന്ന നദികൾ ഏതെല്ലാമാണ്? ശ്രദ്ധിക്കുക. ഉപദ്വീപിയൻ പീഠഭൂമിയിൽ ഉദ്ഭവിച്ച് യമുന നദിയിൽ ചേരുന്ന നദികൾ ഏതെല്ലാമാണ്? ചമ്പൽ, ബേത്വ, കെൻ, സിന്ധ് എന്നീ 4 നദികളാണ് ഉപദ്വീപിയൻ പീഠഭൂമിയിൽ ഉദ്ഭവിച്ച് യമുനയിൽ വന്ന് ചേരുന്നത്. ഇനി നമുക്ക് യമുനാ തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. യമുനാ തീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ആഗ്ര, താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ആഗ്ര, ഡൽഹി, ഇട്ടാവ, മത്തുര. മത്തുര വഴിയാണ് യമുന ഉത്തർപ്രദേശിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ആഗ്ര, ഡൽഹി, ഇട്ടാവ, മത്തുര. അടുത്ത നദിയാണ് കോസി. പ്രാചീന കാലത്ത് കൗശിക എന്ന് അറിയപ്പെട്ടിരുന്ന നദിയാണ് കോസി. എന്താണ്? പ്രാചീന കാലത്ത്
കൗശിക എന്ന് അറിയപ്പെട്ടിരുന്ന നദിയാണ് കോസി. ഇന്ത്യയിൽ അപകടകാരിയായ നദി എന്ന് അറിയപ്പെടുന്നു. അപ്പം അപകടകാരിയായ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ കോസി നദിയാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്ന് കോസി നദി അറിയപ്പെടുന്നു. എന്താണ് ബീഹാറിൻ്റെ ദുഃഖം? ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും കോസി നദിയാണ്. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും കോസി നദിയാണ്. കോസി പദ്ധതിയിൽ, കോസി പ്രൊജക്റ്റിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം നേപ്പാളാണ്. കോസി പദ്ധതിയിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം നേപ്പാളാണ്. കോസി റിവർ ബാരേജ് കരാറിൽ, ശ്രദ്ധിക്കുക, കോസി റിവർ ബാരേജ് കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യയും നേപ്പാളും തമ്മിൽ 1954 കോസി റിവർ ബാരേജ് കരാർ ഒപ്പുവെക്കുന്നത്. അപ്പോൾ കോസി റിവർ ബാരേജ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള കരാറാണ്. പാറ്റ്നയ്ക്ക്, ബീഹാറിലെ പാറ്റ്നയ്ക്ക് അടുത്ത് വെച്ച് ഗംഗയിൽ പതിക്കുന്ന നദിയാണ് കോസി. എവിടെയാണ്? പാറ്റ്നയ്ക്ക് അടുത്ത് വെച്ച് ഗംഗയിൽ പതിക്കുന്ന നദിയാണ് കോസി. അടുത്ത നദിയാണ് രാംഗംഗ. എന്താണ് രാംഗംഗ? രാംഗംഗയെ പറ്റി 2 ചോദ്യങ്ങളെ PSC ചോദിക്കാറുള്ളൂ. ഒന്ന്, ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? എന്താണ് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? രാംഗംഗ. അപ്പോൾ രാംഗംഗ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെയാണ് ഒഴുകുന്നത്. മൊറാദാബാദ് എന്ന നഗരം രാംഗംഗ നദിക്കരയിലാണ്. അപ്പം മൊറാദാബാദ് നഗരം രാംഗംഗ നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത നദിയാണ് ബേത്വ നദി. എന്താണ് ബേത്വ? ബേത്വ നദിയുടെ ഉത്ഭവസ്ഥാനം വിന്ധ്യാപർവ്വതത്തിൽ നിന്നാണ്. ബേത്വ നദിയുടെ ഉത്ഭവസ്ഥാനം വിന്ധ്യാപർവ്വതത്തിൽ നിന്നാണ്. മധ്യപ്രദേശിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ബേത്വ. എന്താണ്? മധ്യപ്രദേശിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ബേത്വ. മധ്യപ്രദേശിലെ വിദിശ ബേത്വ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമാണ്. ഇപ്പോൾ മധ്യപ്രദേശിലെ വിദിശ ബേത്വ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമാണ്. ബേത്വ നദിയിലെ ഡാമുകളാണ് രാജ്ഘട്ട് ഡാമും മാതാതില ഡാമും. അപ്പോൾ ഏതൊക്കെയാണ്? രാജ്ഘട്ട് ഡാമും മാതാതില ഡാമും. ഇപ്പം മധ്യപ്രദേശിൻ്റെ ഗംഗ എന്ന് ബേത്വ അറിയപ്പെടുന്നു. അടുത്ത നദിയാണ് ചമ്പൽ. വേദകാലത്ത് ചമ്പൽ നദി അറിയപ്പെട്ടിരുന്നത് ചർമ്മനദി എന്നായിരുന്നു. എന്താണ് ചർമ്മനദി? ഈ ചമ്പൽ നദീതീരത്തുള്ള പട്ടണങ്ങളാണ് കോട്ട, റാവത്ത്പട്ട, ഗ്വാളിയാർ. അപ്പോൾ രാജസ്ഥാൻ സംസ്ഥാനത്തിൽ കോട്ടയും റാവത്ത്പട്ടയും മധ്യപ്രദേശിൽ ഗ്വാളിയാറും ചമ്പൽ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ചമ്പൽ നദിയിലെ പ്രധാന അണക്കെട്ടുകളാണ് ഗാന്ധി സാഗർ ഡാം, ജവഹർ സാഗർ ഡാം, റാണ പ്രതാപ് സാഗർ ഡാം. ഏതൊക്കെയാണ്? മധ്യപ്രദേശിൽ ഗാന്ധി സാഗർ ഡാം, രാജസ്ഥാനിൽ ജവഹർ സാഗർ ഡാമും റാണ പ്രതാപ് സാഗർ ഡാമും ചമ്പൽ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ചമ്പൽ നദിയുടെ പോഷക നദിയാണ് ക്ഷിപ്ര. അപ്പം ചമ്പൽ നദിയുടെ പോഷക നദിയാണ് ക്ഷിപ്ര. ഈ ക്ഷിപ്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഉജ്ജയിനി. അപ്പം ക്ഷിപ്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഉജ്ജയിനി. മധ്യപ്രദേശിലെ ഉജ്ജയിനി ക്ഷിപ്ര നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത നദിയാണ് കെൻ. കെൻ നദിയുടെ ഉത്ഭവസ്ഥാനം കെയ്മൂർ മലനിരകളാണ്. അപ്പം കെൻ നദിയുടെ ഉത്ഭവസ്ഥാനം കെയ്മൂർ മലനിരകളാണ്. മധ്യപ്രദേശിലെ കെയ്മൂർ മലനിരകളിൽ നിന്നാണ് കെൻ നദി ഉദ്ഭവിക്കുന്നത്. കെൻ നദിയെപ്പറ്റി ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മധ്യപ്രദേശിലെ പന്ന ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? മധ്യപ്രദേശിലെ പന്ന ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കെൻ. കെൻ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ റാണെ, പാണ്ഡവ് എന്നീ വെള്ളച്ചാട്ടങ്ങളാണ്. അപ്പം മധ്യപ്രദേശിലെ റാണെ, പാണ്ഡവ് എന്നീ വെള്ളച്ചാട്ടങ്ങൾ കെൻ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലെ പന്ന ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കെൻ. ഇനി അടുത്ത നദിയാണ് സോൺ. ഗംഗയുടെ ഏക ഉപദ്വീപീയ പോഷക നദിയാണ് സോൺ. ശ്രദ്ധിക്കുക, ഗംഗയുടെ ഏക ഉപദ്വീപീയ പോഷക നദിയാണ് സോൺ. സോൺ നദിയുടെ ഉത്ഭവസ്ഥാനം മധ്യപ്രദേശിലെ അമർകണ്ടകിൽ നിന്നാണ്. അപ്പം എവിടെ നിന്നാണ്? മധ്യപ്രദേശിലെ അമർകണ്ടകിൽ നിന്നാണ് സോൺ നദി ഉദ്ഭവിക്കുന്നത്. പാടലീപുത്രം ഏത് നദിക്കരയിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്? പാടലീപുത്രം സോൺ നദിക്കരയിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അപ്പം പാടലീപുത്രം സോൺ നദിക്കരയിലായിരുന്നു. സോൺ നദിക്ക് കുറുകെ ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന തടയണയാണ് ഇന്ദ്രാപുരി. സോൺ നദിക്ക് കുറുകെ
ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന തടയണയാണ് ഇന്ദ്രാപുരി. സോൺ നദിയിലെ അണക്കെട്ടാണ് ബാണാസാഗർ അണക്കെട്ട്. ബാണാസുര സാഗർ അല്ല, ബാണാസാഗർ അണക്കെട്ട് സോൺ നദിയിലെ അണക്കെട്ടാണ്. നെഹ്റു സേതു സ്ഥിതി ചെയ്യുന്നത് സോൺ നദിയിലാണ്. നെഹ്റു സേതു സ്ഥിതി ചെയ്യുന്നത് സോൺ നദിയിലാണ്. ഈ സോൺ നദിയുടെ പോഷക നദിയാണ് റിഹാന്ത്. സോൺ നദിയുടെ പോഷക നദിയാണ് റിഹാന്ത്. റിഹാന്ത് പദ്ധതിയുടെ ഭാഗമായ കൃത്രിമ തടാകം ഏതാണ് എന്ന് ചോദിച്ചാൽ, റിഹാന്ത് പദ്ധതിയുടെ ഭാഗമായ കൃത്രിമ തടാകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം. എന്താണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ? UP ഉത്തർപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത നദിയാണ് ടോൺസ്. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ്. അപ്പോൾ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയായിരുന്നു. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ്. ടോൺസ് നദിയുടെ പ്രാചീന നാമം തമസാ നദി എന്നായിരുന്നു. ടോൺസ് നദിയുടെ പ്രാചീന നാമം തമസാ നദി എന്നായിരുന്നു. വാത്മീകി മഹർഷിയുടെ ആശ്രമം തമസാ നദിക്കരയിലായിരുന്നു എന്നായിരുന്നു വിശ്വാസം. എന്താണ്? വാത്മീകി മഹർഷിയുടെ ആശ്രമം തമസാ നദിക്കരയിലായിരുന്നു എന്നാണ് വിശ്വാസം. ഡെറാഡൂൺ ടോൺസ് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഡെറാഡൂണിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡെറാഡൂൺ ടോൺസ് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മറക്കരുത്, യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ടോൺസ് ആണ്. അടുത്ത നദിയാണ് ഘാഗ്ര. എന്താണ് ഘാഗ്ര? ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഘാഗ്ര. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഘാഗ്ര. അടുത്ത നദിയാണ് ഗോമതി. ഗോമതി നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തർപ്രദേശിലെ പീലിഭിത്തിൽ നിന്നാണ്. എന്താണ്? പീലിഭിത്ത്. ഗോമതി നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തർപ്രദേശിലെ പീലിഭിത്താണ്. ലക്നൗ നഗരം സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദിക്കരയിലാണ്. പ്രധാനപ്പെട്ട കാര്യമാണ്, ലക്നൗ നഗരം സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദിക്കരയിലാണ്. അടുത്ത നദിയാണ് ഗന്ദക്. നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഗന്ദക്. അപ്പം നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന ഗംഗയുടെ പോഷക നദിയാണ് ഗന്ദക്. ബീഹാറിലെ വാത്മീകി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് ഗന്ദക്. എന്താണ്? ബീഹാറിലെ വാത്മീകി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് ഗന്ദക്. അടുത്ത നദിയാണ് ഹൂഗ്ലി. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൂഗ്ലി ഗംഗയുടെ ഏറ്റവും വലിയ കൈവഴിയാണ്. പോഷക നദിയല്ല, കൈവഴി, ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ കൈവഴിയും പോഷക നദിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ പോഷക നദി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ റിവറിലേക്ക് ഒഴുകുന്ന നദികളെയാണ് പോഷക നദികൾ എന്ന് പറയുന്നത്. ഈ മെയിൻ നദികളിൽ നിന്ന്, അതായത് ഗംഗ പോലുള്ള മെയിൻ നദിയിൽ നിന്ന് ദൂരേക്ക് ഒഴുകി മാറുന്ന നദികളെ കൈവഴി എന്നും പറയുന്നു. അപ്പം ട്രിബ്യൂട്ടറി ഫ്ലോസ് ടുവേർഡ്സ് ദ മെയിൻ റിവർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറി ഫ്ലോസ് എവേ ഫ്രം ദി മെയിൻ റിവർ എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഗംഗയുടെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടറി അഥവാ കൈവഴി ഹൂഗ്ലിയാണ്. ഹൂഗ്ലി നദീതീരത്തുള്ള പ്രധാന നഗരങ്ങൾ ഏതെല്ലാമാണ്? ഹൂഗ്ലി നദീതീരത്തുള്ള പ്രധാന നഗരങ്ങളാണ് കൊൽക്കത്തയും ഹൗറയും. ഏതൊക്കെയാണ്? കൊൽക്കത്തയും ഹൗറയും. ഹൂഗ്ലി നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കൊൽക്കത്ത. എന്താണ്? ഹൂഗ്ലി നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കൊൽക്കത്ത. ഗംഗാസാഗർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഹൂഗ്ലി നദിയാണ്. ഏകദേശം ഗംഗയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഗംഗാസാഗർ ദ്വീപ് എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഗംഗാസാഗർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഹൂഗ്ലി നദിയാണ്. ഹൂഗ്ലി നദിയിലെ പ്രധാന പാലങ്ങൾ ഏതൊക്കെയാണ്? ഹൂഗ്ലി നദിയിലെ പ്രധാന പാലങ്ങൾ ഏതൊക്കെയാണ്? ഹൗറ പാലം, വിവേകാനന്ദ സേതു, നിവേദിത സേതു, വിദ്യാസാഗർ സേതു. അപ്പോൾ ഏതൊക്കെയാണ്? ഹൗറ പാലം, വിവേകാനന്ദ സേതു, നിവേദിത സേതു, വിദ്യാസാഗർ സേതു. ഇവ നാലും ഹൂഗ്ലി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൗറ പാലത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് ഹൗറ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് ഹൗറ പാലം. ഹൗറ പാലത്തിൻ്റെ ഇപ്പോഴത്തെ പേര് എന്താണ്? ഹൗറ പാലത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് രവീന്ദ്ര സേതു. എന്താണ്? രവീന്ദ്ര സേതു. ഒരു വേലിയേറ്റ നദിക്ക് ഉദാഹരണമാണ് ഹൂഗ്ലി. എന്താണ്? വേലിയേറ്റ നദിക്ക് ഉദാഹരണമാണ് ഹൂഗ്ലി. ഇന്ത്യയിലെ ആദ്യ അന്തർജലീന റെയിൽ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഹൂഗ്ലി നദിയിലാണ്. അപ്പം ഇന്ത്യയിലെ ആദ്യ അന്തർജലീന റെയിൽ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ഹൂഗ്ലി നദിയിലാണ്.
ഹൂഗ്ലി നദിയുടെ പോഷക നദികളാണ് ദാമോദറും രൂപ്നാരായൺ നദികളും. അപ്പോൾ ഏതൊക്കെയാണ്? ദാമോദറും രൂപ്നാരായൺ നദികളാണ് ഹൂഗ്ലി നദിയുടെ പോഷക നദികൾ. അപ്പം ഓർത്തിരിക്കുക, ഗംഗയുടെ ഏറ്റവും വലിയ കൈവഴിയാണ് ഹൂഗ്ലി. ഹൗറ പാലം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലിയിലാണ്. ദാമോദർ നദിയുടെ ഉത്ഭവസ്ഥാനം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. അപ്പം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നാണ് ദാമോദർ നദി ഉത്ഭവിക്കുന്നത്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. എന്താണ്? ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ദാമോദർ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡും ബംഗാളും. അപ്പം ദാമോദർ നദി ജാർഖണ്ഡ്, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. അപ്പം ജൈവ മരുഭൂമി എന്ന് ദാമോദർ നദി അറിയപ്പെടുന്നു. ഈ ദാമോദർ നദിയുടെ പോഷക നദികളാണ് ബരാക്കറും കൊനാറും. ദാമോദർ നദിയുടെ പോഷക നദികളാണ് ബരാക്കർ, കൊനാർ. അപ്പം ദാമോദർ നദി ഉത്ഭവിക്കുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ്. ജൈവ മരുഭൂമി എന്ന് അറിയപ്പെടുന്നു. മൈദാൻ, തിലയ്യ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ബരാക്കർ. അപ്പം ബരാക്കർ ദാമോദർ നദിയുടെ പോഷക നദിയാണ്. അപ്പം മൈദാൻ, തിലയ്യ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ബരാക്കർ. ഈ ദാമോദർ നദീതീരത്തുള്ള ഇരുമ്പുരുക്ക് ശാലകൾ ഏതെല്ലാമാണ്? ശ്രദ്ധിക്കുക, ദാമോദർ നദീതീരത്തുള്ള ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ. 1 ദുർഗാപൂർ, 2 അസൻസോൾ, 3 ബൊക്കാറോ. ദുർഗാപൂറും അസൻസോളും ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊക്കാറോ ജാർഖണ്ഡിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ദാമോദർ വാലി പദ്ധതിയും കൂടെ പറഞ്ഞ് നമുക്കിതിവിടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എന്താണ് ദാമോദർ വാലി പദ്ധതി? ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. 1948 ദാമോദർ വാലി പദ്ധതി തുടങ്ങുന്നത്. ദാമോദർ വാലി പദ്ധതിയിലെ ആദ്യ ഡാമാണ് തിലയ്യ ഡാം. ജാർഖണ്ഡിലെ തിലയ്യ ഡാം. തിലയ്യ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണ്? ബരാക്കർ. മൈദാൻ, തിലയ്യ അണക്കെട്ടുകൾ ബരാക്കർ നദിയിലാണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. ബരാക്കർ നദി ദാമോദറിൻ്റെ പോഷക നദിയാണ്. അപ്പോൾ തിലയ്യ ഡാം ജാർഖണ്ഡ്. ദാമോദർ വാലി പദ്ധതി മാതൃകയാക്കിയിരിക്കുന്ന വിദേശ പദ്ധതി ഏതാണ്? അപ്പം എന്താണ്? ദാമോദർ വാലി, ഇന്ത്യൻ പദ്ധതിയായ ദാമോദർ വാലി പദ്ധതിയെ മാതൃകയാക്കിയിരിക്കുന്ന വിദേശ പദ്ധതി ഏതാണ്? ടെന്നസി വാലി പദ്ധതി. എന്താണ്? ടെന്നസി വാലി പദ്ധതി. അമേരിക്കയിലെ, USA ടെന്നസി വാലി പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതിയെ മാതൃകയാക്കിയിരിക്കുന്നത്. കൽക്കരി, ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് പേരുകേട്ട റൂർ വാലി സ്ഥിതി ചെയ്യുന്ന രാജ്യം ജർമ്മനിയാണ്. അപ്പോൾ എന്താണ്? കൽക്കരി, ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് പേരുകേട്ട റൂർ വാലി സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയാണ്. ക്വസ്റ്റ്യൻ അതല്ല. ദ റൂർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത് ഏത് പദ്ധതിയാണ്? അപ്പം ഇന്ത്യയുടെ റൂർ എന്നറിയപ്പെടുന്നത് ഏത് പദ്ധതിയാണ്? ദാമോദർ വാലി പദ്ധതിയാണ് ഇന്ത്യയുടെ റൂർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗംഗയും അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള നദികളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഗംഗാ നദീവ്യൂഹത്തിനെ പറ്റി വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരുന്ന ക്ലാസ് നമ്മൾ ബ്രഹ്മപുത്ര നദിയും അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള നദികളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണുക. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.